ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫോർ ദ ലവ് ഓഫ് സിനിമ എ റിവ്യൂ ഓഫ് സിനിമ പാരഡൈസ് ഓൺ 1988 കുസാരി രൂപ സിംഗ് റോട്ടറാക്ട് ആർട്സ് ജൂലൈ 23, 2022 എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു റിവ്യൂ ആണ്, സിനിമ പാരഡൈസോ എന്നുള്ള ഒരു വർക്കിൻ്റെ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ആ ഒരു റിവ്യൂവിൻ്റെ ടൈറ്റിലാണ് ഫോർ ദ ലവ് ഓഫ് സിനിമ എന്നുള്ളത്. കാരണം നമ്മുടെ റൈറ്റർ വളരെ സിനിമ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ സിനിമയോട് ഭയങ്കര സ്നേഹമുള്ള, ഇഷ്ടമുള്ള, പ്രണയമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ ദ ലവ് ഓഫ് സിനിമ എന്നുള്ള ടൈറ്റിലാണ് അദ്ദേഹം ആ റിവ്യൂവിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റിവ്യൂ ബേസ് ചെയ്തിട്ടുള്ളത് സിനിമ പാരഡൈസോ എന്നുള്ള വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഫിലിമിൽ തന്നെയാണ്. അതേപോലെ തന്നെ അത് എഴുതിയിട്ടുള്ള ആളുടെ റൈറ്ററുടെ പേരാണ് കുസാരി രൂപ സിംഗ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിലിം സിനിമ പാരഡൈസോ എന്നുള്ളത്, അതിൻ്റെ ഡയറക്ടറിനെ കുറിച്ചൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഗിസെപ്പ് ടൊർനാട്ടോ എന്നാണ് ഇതിൻ്റെ റൈറ്ററുടെ പേര്. അപ്പോൾ അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഫിലിം മേക്കറാണ്, ഡയറക്ടറാണ്, സ്ക്രീൻ റൈറ്ററാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറും ഒരു ഫിലിം ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അദ്ദേഹം മെയിനായിട്ടും ഇമോഷണൽ ഡ്രാമാസ് ഒക്കെയാണ് എഴുതാറുള്ളത്. അതായത് ഇമോഷണൽ ആയിട്ടുള്ള ഫിലിംസ്, ഡ്രാമാസ് പോലത്തെ ഫിലിംസ് ഒക്കെയാണ് അദ്ദേഹം മെയിനായിട്ടും ഡയറക്റ്റ് ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഈ ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ റൈറ്ററുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള, വളരെ ഇഷ്ടമുള്ള, അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമാണ് നമ്മുടെ സിനിമ പാരഡൈസോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏകദേശം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് അത്രയും ഇഷ്ടമുള്ള ഒരു ഫിലിമായിട്ട് മാറിയത്, അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അതൊരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള, എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺ എന്താണ് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്കിനി മൂവിയെ കുറിച്ച് വല്ലാതെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ആ റിവ്യൂവിൽ അതിനെക്കുറിച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ റിവ്യൂവിലോട്ട് പോകാം കേട്ടോ. മൂവീസ് have been an integral part of my life since I was a kid. ഇപ്പം നമ്മുടെ റൈറ്ററാണ് കേട്ടോ അത് പറയുന്നത്. റൈറ്റർ പറയുന്നത് എന്നെ സംബന്ധിച്ച് സിനിമകൾ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിലെ മുതൽക്ക്, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് മുതൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, അദ്ദേഹം വളരെ ഫിലിമിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണേ. I don't think I have enough words to describe my love for cinema. അപ്പോൾ എനിക്ക് സിനിമയോടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും എങ്ങനെ പറയണമെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. കാരണം അത്രയും എനിക്ക് ആ ഒരു ഫിലിംസിനെ ഭയങ്കര ഇഷ്ടമാണ്. മൈ ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് വാച്ചിങ് മൂവീസ് ഇസ് വെൻ ഐ വാസ് അബൌട്ട് 6 years old. അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മയുള്ളത്, ഞാൻ 6 വയസ്സിൽ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽക്കാണ് എനിക്ക് ഫിലിംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മയുള്ളത്. During the school holidays, I had get up early in the morning to watch movies broadcasted on local TV channels. അപ്പോൾ ലീവുള്ള ദിവസമൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, പുലർച്ചെ നേരത്തെ തന്നെ എഴുന്നേൽക്കാറുണ്ട്. എഴുന്നേൽക്കണം എന്തിനു വേണ്ടിയിട്ടാ, പഠിക്കാനോ അല്ലെങ്കിൽ വെക്കേഷൻ ആയിട്ടൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ കളിക്കാൻ പോകാനോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ വിരുന്ന് പോകാനോ ഒന്നുമല്ല, ആകെ എന്തിനു വേണ്ടിയിട്ടാണ് TV ചാനൽസിൽ സിനിമ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടി പുലർച്ചെ ആൾ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. My father, who loves movies just as much as I do, used to bring CDs and my siblings and I would watch them all day. അച്ഛനും ഇതുപോലെ തന്നെ വളരെ ഇഷ്ടമാണ് സിനിമ കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം CDകളൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളല്ല സഹോദരങ്ങളും കൂടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഫുൾ ഡേ ഇരുന്ന് സിനിമ കാണാനാണ് അവർക്ക് പണി. Looking back, some of my happiest moments have been watching movies with my siblings and family. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് എൻ്റെ പാസ്റ്റിലെ കഴിഞ്ഞു പോയ ഏറ്റവും നല്ല മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെയും സഹോദരങ്ങളുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് സിനിമ കണ്ടിരുന്ന കാര്യങ്ങളാണ്. ഐ ബിലീവ് ദിസ് ഇസ് വൈ സിനിമ പാരഡൈസോ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് എവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം എന്താണ്, എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്ന്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിമാണ് സിനിമ പാരഡൈസോ. I am not exaggerating when I say that the 1988 Italian movie Cinema Paradiso is one of the best movies I have ever seen. അദ്ദേഹം പറയുന്നത് ഞാൻ വെറുതെ അതിശയോക്തി പറയുമൊന്നുമല്ല, 1988 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഇറ്റാലിയൻ മൂവി ആയിട്ടുള്ള സിനിമ പാരഡൈസോ ആണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിം. I am clearly not alone in my opinion. The film regularly appears in best movies of all time. അപ്പം ഞാൻ മാത്രമൊന്നല്ല അത് പറയുന്നുള്ളൂ, ഈ സിനിമ എന്ത് ചെയ്യാറുണ്ട് പൊതുവേ എല്ലാവരുടെ അഭിപ്രായത്തിൽ, ഒരുപാട് ആളുകളുടെ അഭിപ്രായത്തിൽ എന്ത് തന്നെയാണ്, ഇതൊരു ബെസ്റ്റ് മൂവിയാണ്. മാത്രമല്ല ബെസ്റ്റ് മൂവീസ് ഓഫ് ഓൾ ടൈം എന്നുള്ള ടൈറ്റിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ എപ്പോഴും ഇടം പിടിക്കാറുള്ള ഒരു ഫിലിം കൂടിയാണത്. ആൻഡ് വെന്റ് ഓൺ ടു വിൻ ദ അക്കാഡമി അവാർഡ് ഫോർ ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം ഇൻ 1989. അതേപോലെ തന്നെ ഇറങ്ങിയ പിറ്റത്തെ വർഷം 1989 ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമിനുള്ള അവാർഡും ആ ഒരു ഫിലിമിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗിസെപ്പ് ടൊർനാട്ടോ, ദി ഫിലിം ഇസ് എ ലവ് ലെറ്റർ ടു സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
ഗിസപ്പ് ടൊർണാറ്റോറിൻ്റെ ആ ഒരു ഫിലിം അല്ലെങ്കിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റൈറ്ററിനെയും ഡയറക്ടറിനെയും പേര് നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. എൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഗിസപ്പ് ടൊർണാറ്റോറാണ്. അപ്പോൾ അത് രണ്ടുപേരുടെയും കൂടി പേരുകൾ നമ്മൾ മാറിപ്പോകരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലിം എന്ന് പറയുന്നത് സിനിമയ്ക്കുള്ളൊരു പ്രണയലേഖനം പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അത്രയും സിനിമയോടൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഏതൊരു മൂവിയിൽ അവരും കണ്ടിരിക്കേണ്ട തരത്തിലുള്ള അത്രയും എന്താ പറയുക ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫിലിമായിരുന്നു അത്. സിനിമ പാരഡൈസ് എക്സ്പ്ലോർസ് ദ ലൈഫ് ഓഫ് സൽവാറ്റോർ ഡി വിറ്റ നിക്നെയിംഡ് ടോട്ടോ. അപ്പോൾ നമ്മുടെ അതിലത്തെ മെയിൻ ക്യാരക്ടറിൻ്റെ പേരാണ് സൽവാറ്റോർ ഡി വിറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ടോട്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിക്നെയിം. ഇൻ ഹിസ് ബോയ്ഹുഡ്, ടീനേജ് ഇയേഴ്സ് ആൻഡ് അഡൾട്ട്ഹുഡ്. അപ്പോൾ ആ ഫിലിമിൽ കാണിക്കുന്ന മുഴുവൻ ഈ ടോട്ടോ എന്ന് പറയുന്ന ആ ഒരു ആളുടെ അല്ലെങ്കിൽ നിക്നെയിമിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രധാന കഥാപാത്രത്തിൻ്റെ എന്താ പറയുക ചെറുപ്പകാലം, അതേപോലെ തന്നെ കൗമാരകാലം അല്ലെങ്കിൽ യൗവനകാലം, അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫാണ് ആ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് വയ്ക്കണം. ആ സൽവാറ്റോർ ഡി വിറ്റ എന്നുള്ള പേര് ഓർത്തില്ലെങ്കിൽ ടോട്ടോ എന്നുള്ള പേരെങ്കിലും ഓർത്ത് വയ്ക്കണേ. The film begins with adult Toto, Jacques Perrin, now a famous filmmaker, receiving a call from his mother saying that his mentor and father figure Alfredo has passed away. അപ്പോൾ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫിലിമിൽ അദ്ദേഹം ഒരു അഡൾട്ട് ഏജിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരു യൗവനത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ ടോട്ടോ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ആരായിട്ടുണ്ട്? ഫേമസ് ഫിലിം മേക്കറായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ഫിലിം മേക്കറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്നൊരു കോൾ വരികയാണ്. എന്ത് പറഞ്ഞിട്ട് അമ്മ പറയുന്നത്, നിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്ററിനെ പോലെ, വഴികാട്ടിയെ പോലെ, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആൽഫ്രഡോ എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചുപോയി എന്ന വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അമ്മ അദ്ദേഹത്തിനെ വിളിക്കുന്നിടത്താണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കഥ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു അഡൾട്ട് ഏജിലേക്ക് എത്തിയിട്ടുണ്ട്, അദ്ദേഹം ഒരു ഫേമസ് ഫിലിം മേക്കറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. Through flashbacks, the audience is shown Toto as a child and a teenager. അപ്പോൾ അതിനുശേഷമാണ് എന്ത് വരുന്നത്, അപ്പോൾ ആരാണ് ഈ ആൽഫ്രഡോ, അതേപോലെ തന്നെ എന്താണ് ഈ ടോട്ടോയും അദ്ദേഹവും തമ്മിൽ അച്ഛൻ്റെ സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ബന്ധം വർക്കൗട്ട് ആയത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇനി എങ്ങോട്ട് പോവുകയാണ്, ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ കാണാം, ഒരു അവൻ്റെ കുട്ടിക്കാലം മുതലൊക്കെ ചൈൽഡായിരുന്ന സമയത്തും അതേപോലെ കൗമാരത്തിലൊക്കെയുള്ള ഇൻസിഡൻസ് കാണിക്കുകയാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സിനിമയുടെ മൊത്തം സ്ട്രക്ചർ വരുന്നത്. സെറ്റ് ഇൻ ഗ്യാൻകാൽഡോ, എ സ്മോൾ ടൗൺ ഇൻ സിസിലി. അപ്പോൾ അവരുടെ ആ ടൗണിൻ്റെ പേരാണ് കേട്ടോ അത്. ടോട്ടോ ഫോംസ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ടൗൺസ് ടിറ്റുലർ സിനിമ തിയേറ്റേഴ്സ് പ്രൊജക്ഷനിസ്റ്റ് ആൽഫ്രഡോ. അപ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു സിനിമ തിയേറ്റർ ആയിരുന്നു, അല്ല സിനിമ തിയേറ്ററിൻ്റെ നെയിം പറയുന്നില്ല, സിനിമ തിയേറ്ററിലത്തെ തിയേറ്റർ പ്രൊജക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ കേട്ടോ. അപ്പോൾ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളായിട്ടുള്ള ആൽഫ്രഡോ ആയിട്ട് കുഞ്ഞായിരുന്ന ഇവൻ എന്ത് ചെയ്യണം, ഒരു ബോയ് ആയിരുന്ന ഇവൻ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ കൊണ്ടുവരികയാണ് ചെയ്യണം. While watching a movie, young Toto is fascinated by the little hole in the wall from where Alfredo projects the film. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഒരു ഫിലിം പ്രൊജക്ടറിൽ നിന്നും ആ ലൈറ്റ് ഒരു ഹോളിൽ കൂടെയാണ് വരിക, എവിടേക്ക് സ്ക്രീനിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ഹോളും അതിൽ കൂടെ ലൈറ്റ് വരുന്നതൊക്കെ കാണുമ്പോൾ ഇവന് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഈ ആൽഫ്രഡോ ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്, പ്രൊജക്ടറൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ആ സ്ക്രീനിലേക്ക് ആ ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ ഇവന് ഭയങ്കര ഫാസിനേഷൻ തോന്നുകയാണ്. ടോട്ടോ ഹാസ് ഓൾറെഡി ഫോളൻ ഇൻ ലവ് വിത്ത് വാച്ചിങ് മൂവീസ്. അവൻ ഓൾറെഡി ഭയങ്കര ഫാനാണ് സിനിമ കാണുന്നതിന്. ആൻഡ് ഹി ബെഗ്സ് ആൽഫ്രഡോ ടു ടീച്ച് ഹിം. അപ്പോൾ ഇവൻ എന്ത് ചെയ്യാണ്, ആൽഫ്രഡോൻ്റെ അടുത്ത് പോയിട്ട് പറയണം, എന്നെ പഠിപ്പിക്കണം, ഈ പ്രൊജക്ടറിൽ കൂടെ എങ്ങനെയാണ് സിനിമ ഇങ്ങനെ വോളിലേക്ക് അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് എത്തിക്കുന്നത്, എന്നെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ പുറകെ നടക്കുകയാണ്. അറ്റ് ഫസ്റ്റ് ആൽഫ്രഡോ ഇസ് റിലക്റ്റൻറ്റ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാൻ ആൽഫ്രഡോ താല്പര്യമൊന്നുമില്ല, അതൊന്നും പറ്റില്ല എന്നുള്ള രീതിക്ക് കൊഴിഞ്ഞു മാറുന്നുണ്ട്, മടി കാണിക്കുന്നുണ്ട്. ബട്ട് ടോട്ടോ മാനേജസ് ടു ചേഞ്ച് ഹിസ് മൈൻഡ്. പക്ഷേ ടോട്ടോ പുറകെ നടന്ന് എന്ത് ചെയ്യാൻ ആൽഫ്രഡോനെയും കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. ദിസ് ഇസ് ദ സ്റ്റാർട്ട് ഓഫ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. ഇങ്ങനെയാണ് അവർ തമ്മിലുള്ള മനോഹരമായ ഒരു ബന്ധം അവിടെ തുടങ്ങുന്നത്. ടോട്ടോ, who lost his father in the Second World War, finds a father figure in Alfredo. അപ്പോൾ ടോട്ടോയുടെ അച്ഛൻ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ മരിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സ്ഥാനത്താണ് പിന്നീട് അവൻ ആരെ കാണുന്നത്, ആൽഫ്രഡോനെ കാണുന്നത്. From his young days to his teenage years, Alfredo becomes an unwavering pillar of support to Toto. അപ്പോൾ അങ്ങനെ കുട്ടിക്കാലം മുതലൊക്കെ ഒരു ടീനേജ് ഇയേഴ്സിലും ഒരു കൗമാരത്തിലും ഒക്കെ എന്ത് ചെയ്യണം, അച്ഛൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ടുള്ളൊരു വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അത്ര നമുക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കാമെന്ന് പറയില്ലേ, ആ രീതിക്ക് എന്ത് ചെയ്യാണ് ആൽഫ്രഡോ ടോട്ടോയുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഹി ഗീവ്സ് ഹിം ലൈഫ് അഡ്വൈസ്, ടീച്ചേഴ്സ് എവറിത്തിങ് ഹി നോസ് ആൻഡ് എൻകറേജസ് ഹിം ടു ലീവ് ദ ടൗൺ ആൻഡ് പെർസ്യൂ ഹിസ് ഡ്രീംസ് ഇൻ റോം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അവന് എല്ലാ തരത്തിലുള്ള അഡ്വൈസുകളും കൊടുക്കുന്നുണ്ട്, ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, അയാൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, അവൻ്റെ ആഗ്രഹം അനുസരിച്ച് സിനിമ എന്നുള്ള ഒരു ഡ്രീമിലേക്ക് അവനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നാട് വിടാനും റോമിലേക്ക് പോകാനും ഒക്കെയുള്ള പ്രേരണ കൊടുക്കുന്നതൊക്കെ നമ്മുടെ ആൽഫ്രഡോ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ എല്ലാ വിജയത്തിൻ്റെയും പുറകിൽ നിന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരായിരുന്നു, ആൽഫ്രഡോ ആയിരുന്നു. ടൊർണാട്ടോ wrote the script based on his childhood towns
സിനിമ തിയേറ്റർ ആൻഡ് ഹസ് ലവ് ഫോർ സിനിമ. അപ്പോൾ നമ്മുടെ റൈറ്റർ എന്താ ചെയ്തിട്ടുള്ള, അദ്ദേഹം ആ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ഫുൾ ആ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീംസിനെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു എന്താ പറയുക സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. ദ സ്ക്രീൻ പ്ലേ ഇസ് വിറ്റി ആൻഡ് ഗിവ്സ് ലൈഫ് ടു സോ മെനി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ ഫാസിനേറ്റിംഗ് ടു വാച്ച്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. സം ഓഫ് ദം ആർ ദ ടൗൺ പ്രീസ്റ്റ് who comes with a bell to the theatre and rings whenever there is a kissing scene so that Alfredo will cut them before projecting them to the people. അപ്പോൾ അക്കൂട്ടത്തിൽ സിനിമ കാണാൻ വരുന്ന ആളുകളിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണ്. അതായത് ഒരാൾ എന്താണ്, ടൗൺ പ്രീസ്റ്റ് ആണ്. അപ്പോൾ ടൗൺ പ്രീസ്റ്റ് അവിടുത്തെ ഒരു പ്രീസ്റ്റ് ആണ്, അപ്പോൾ പുരോഹിതനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, സിനിമ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ സിനിമയിൽ എവിടെയെങ്കിലും കിസ്സിങ് സീന് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അദ്ദേഹം ഇങ്ങനെ ബെല്ലടിക്കാറുണ്ട്, മണി അടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, മണിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ആൽഫ്രഡോ എന്ത് ചെയ്യണം, ആ ഒരു സീന് കട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ്. അതായത് ആളുകളെ കാണിക്കേണ്ട മോശമാണെന്നുള്ള രീതിക്ക് കട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. The man who lives in the main square and yells at people claiming it is his square, and the character who recites all the lines by memory, and the man who sleeps during films, and the people who try to wake him up. അപ്പോൾ വേറെ ഒരുപാട് ആളുകളുണ്ട്, ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അവിടെ കിടന്നുറങ്ങുന്ന, സിനിമ കാണാൻ വന്നിട്ട് അവിടെ കിടന്നുറങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ സിനിമ പലവട്ടം കണ്ടിട്ട് അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ കാണാപ്പാഠം പഠിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് വ്യക്തികളെ കുറിച്ച്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട് ക്യാരക്ടേഴ്സായിട്ട്. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് എ ലവ് ലെറ്റർ ടു സിനിമ, ടൊർണാട്ടോ വാണ്ടഡ് ദ ഫിലിം ടു ബി ട്രിബ്യൂട്ട് ടു സിനിമ തിയേറ്റേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത്, സിനിമാ തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമയോട് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെയും ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിക്കാണ് അദ്ദേഹം ആ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. In Gangado, people come in droves to watch movies with their babies with children in tow. അപ്പോൾ കുട്ടികൾ അവിടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു തിയേറ്ററിലെ ആളുകൾ എങ്ങനെയൊക്കെ വരാറുണ്ടെന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികളെ കൂട്ടിയിട്ടും മുട്ടിലഴയുന്ന കുട്ടികളെ കൂട്ടിയിട്ടും ഒക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് ടീമായിട്ടാണ് അവർ വരാറുള്ളത്. ഇറ്റ് ഈസ് എ ജോയ്ഫുൾ സൈറ്റ് ടു സീ. അത് കാണാൻ തന്നെ നല്ല രസമാണ്. ഫാമിലി ആയിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും കൂടി തിയേറ്ററിലേക്ക് വരുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. They yell, laugh and bond as a community while watching a movie. അവർ ബഹളം വയ്ക്കുകയും കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. ഒരു കമ്മ്യൂണിറ്റി, ഒരു ഫാമിലി പോലെയാണ് തിയേറ്ററിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ. സം മീറ്റ് അറ്റ് ദ തിയേറ്റർ ആൻഡ് ഫോൾ ഇൻ ലവ്. ചില ആളുകൾ, യുവാക്കൾ അല്ലെങ്കിൽ കൗമാരത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പരസ്പരം തിയേറ്ററിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവർ പ്രണയത്തിലാവുകയും ചെയ്യും നമ്മൾ കാണാം. One of my favorite scenes is when the town sees a kiss on screen for the first time and the crowd goes bonkers. അതേപോലെ തന്നെ അതിൽ എന്താ പറയുക, അദ്ദേഹത്തിന് ഭയങ്കര സിനിമയിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫിലിം നടക്കുന്ന സമയത്ത് ആ തിയേറ്ററിൽ എന്ത് സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, ഒരു സ്ക്രീനിൽ ഒരു കിസ്സിൻ്റെ സീന് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടി ക്രൗഡൊക്കെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്ന, ക്രേസി ആയിട്ട് പെരുമാറുന്ന ആ ഒരു സീനിൽ അദ്ദേഹത്തിന് ഭയങ്കര എന്താ പറയുക ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. It is important to remember the film is set in a time when people are grieving after the events of the Second World War. So watching movies together is also healing to them. അദ്ദേഹം പറയുകയാണ്, ആ ഒരു ഫിലിം എന്താ പറയുക, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിം വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എല്ലാവരും ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആശ്വാസം എന്നുള്ള രീതിക്കാണ് ഒരു ഫിലിം വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദിസ് ഗോസ് ഓൺ ടു ഷോ ഹൗ ഫിലിംസ് ക്യാൻ ഹീൽ ആൻഡ് ബ്രിങ് പീപ്പിൾ ടുഗെദർ. അപ്പോൾ ഇതെന്താ, എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ വിഷമം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുറിവേറ്റിട്ടുള്ള ആളുകളെ എത്രത്തോളം അവർ ഹീൽ ചെയ്തെടുക്കാൻ, മുറിവുണക്കിയെടുക്കാൻ, സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫിലിമിന് സഹായിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ഫിലിമിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എ സ്പെഷ്യൽ മെൻഷൻ ഷുഡ് ബി ഗിവൺ ടു എനിയോ മൊറിക്കോൺസ് മൂവി സ്കോർ. അപ്പോൾ എനിയോ മൊറിക്കോൺ എന്ന് പറയുന്നത് മ്യൂസിക് കമ്പോസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന്, BGMസിനും കാര്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആ ഫിലിമിനകത്തുണ്ട്. ഇറ്റ് ഈസ് ഹാർട്ട് റെൻഡറിങ് ആൻഡ് ഏക്കിംഗ്ലി ബ്യൂട്ടിഫുൾ. അത് നമുക്ക് എന്താ പറയുക, ഹൃദയഭേദകം എന്നൊക്കെ പറയുക. ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനിലൊക്കെ ആ പാട്ടും കൂടെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് നമുക്ക് ആ ഒരു ഇമോഷൻ നമുക്ക് കിട്ടും, വിഷമം നമുക്ക് കിട്ടുമെന്നാണ് പറയണത്. ഏക്കിംഗ്ലി ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്, നല്ലൊരു ടേമാണ് കേട്ടോ. വേദനിപ്പിക്കുന്ന ആ ഒരു സൗന്ദര്യം എന്നാണ് പറയണത്. അതായത് നമുക്ക് വേദനയുള്ളപ്പോൾ പൊതുവെ സൗന്ദര്യം തോന്നില്ല, രണ്ടും കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ടേംസ് ആണ്. പക്ഷേ അത്രയും ഭംഗിയുണ്ട്, അതേസമയം നമുക്കവിടെ ഫീൽ ചെയ്യുന്ന വികാരം എന്താണ്, വേദനയാണ്. അപ്പം അതിനെയാണ് ഏക്കിംഗ്ലി ബ്യൂട്ടിഫുൾ, ഇമോഷണൽ സീൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ ആസ് ഐ റൈറ്റ് ദിസ് ഐ ക്യാൻ ഹിയർ ഇറ്റ് ഇൻ മൈ മൈൻഡ്. അപ്പം ഞാൻ ഈ ഒരു റിവ്യൂ ഞാനിവിടെ എഴുതുകയാണെങ്കിൽ കൂടെ എനിക്ക് ഇതിൻ്റെ കൂടെ എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. I want this review to be spoiler free, so I will not go into details, but I believe Cinema Paradiso has one of cinema's most moving and memorable endings. I was sobbing by the end of it. അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്പോയിലർ ആക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്പോയിലർ എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മൾ റിവ്യൂ പറയുമ്പോൾ കാണില്ലേ ക്ലൈമാക്സും ട്വിസ്റ്റൊക്കെ കയറി പറയുന്നത്, അതിനാണ് നമ്മൾ സ്പോയിലർ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ സിനിമയെ സ്പോയിലർ ആക്കി മാറ്റാനൊന്നും ഞാൻ ആഗ്രഹിക്കില്ല, ക്ലൈമാക്സും ട്വിസ്റ്റും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൻഡിങ്, അവസാനം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും. ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ന് തേങ്ങി കരയായിരുന്നു എന്നാണ് അദ്ദേഹം പറയണം. I think the word masterpiece is often thrown around when describing films. അപ്പോൾ പൊതുവേ ഇപ്പോൾ സിനിമകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മളിങ്ങനെ വാരി വലിച്ച് പറയുന്ന ടേമാണ് മാസ്റ്റർ പീസ്. ഇതൊരു മാസ്റ്റർ പീസാണ്, അതൊരു മാസ്റ്റർ പീസാണ് നമ്മൾ പറയും. ബട്ട് സിനിമ പാരഡൈസ് ഇസ് പെർട്ടിക്കുലർ ഡിസേർവ്സ് ടു ബി കോൾഡ് ഔട്ട്. അപ്പോൾ അദ്ദേഹം പക്ഷേ എല്ലാ സിനിമകളും കയറി പറയുന്ന പോലെയല്ല, പക്ഷേ സിനിമ പാരഡൈസ് എന്നുള്ള ഫിലിമിന് മാസ്റ്റർ പീസ് എന്നുള്ള ടേം വളരെ സ്യൂട്ടബിൾ ആണ് എന്നാണ് പറയുന്നത്. It explores man's strong connection to cinema, nostalgia, loss, love and childhood magnificently. അപ്പോൾ അത് എന്തൊക്കെ കാണിക്കുന്നുണ്ട്? മനുഷ്യൻ്റെ സിനിമയോടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ കാണിക്കുന്നുണ്ട്, ഗൃഹാതുരത്വം ഉണർത്തുന്നുണ്ട്, നഷ്ടവും അതേപോലെ പ്രണയവും അതേപോലെ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. വാച്ചിങ് ദിസ് റിമൈൻഡഡ് മീ ഓഫ് മൈ സെൽഫ് വെൻ ഐ വാസ് എ ലിറ്റിൽ വേക്കിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ടു വാച്ച് മൂവീസ്. അപ്പോൾ അത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് കുഞ്ഞായിരുന്ന സമയത്ത് അദ്ദേഹം ഈ സിനിമ കാണാൻ വേണ്ടി പുലർച്ചെ എഴുന്നേറ്റിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാല്യകാലത്തിൻ്റെ നൊസ്റ്റാൾജിയൊക്കെ അത്രയും നന്നായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. സിനിമ പാരഡൈസ് വാസ് എ മസ്റ്റ് സീ ഫോർ എവറി മൂവി ലവ്. അപ്പോൾ സിനിമയോട് സ്നേഹമുള്ള സിനിമാ പ്രേമികളായ ഏതൊരാൾക്കും എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് സിനിമ പാരഡൈസോ എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്ക്